പല കുറി ആളുകൾ വന്ന് അറിയിച്ചിട്ടും തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മളെപ്പോഴും വീഴ്ച കാണിക്കാറുണ്ട്. പോകുമ്പോൾ വില്ലേജസ് റെയിൽവേ എന്താണ് ഇതിനൊരു ആക്ഷൻ എടുക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും വേണ്ടത്ര രീതിയിലുള്ള ഒരു മുൻകരുതൽ ഇല്ലായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പോലും ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടംഗ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പല കുറി ആളുകൾ വന്ന് അറിയിച്ചിട്ടും ഇത്തരത്തിൽ ഈ കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. രാത്രി 8 മണി മുതൽ തന്നെ ആളുകൾ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു വേണ്ടത്ര റെയിൽവേ പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതി ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് CCTV ഫുട്ടേജുകൾ എടുത്തു. അതോടൊപ്പം തന്നെ നിരവധി സാക്ഷികളിൽ നിന്ന് അവർ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരുടെ ബന്ധുക്കൾ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും അവരുടെ നടപടി തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. പക്ഷേ റെയിൽവേയുടെ വീഴ്ചയാകുമ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ റെയിൽവേ ആ കുറ്റം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം റെയിൽവേ മന്ത്രിമാർ രാജിവെച്ച ചരിത്രമൊക്കെ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ആ ഒരു ഒഡീഷയിലടക്കം വലിയ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ പോലും റെയിൽവേ മന്ത്രിക്ക് അടക്കമുണ്ടായില്ല എന്നുള്ള വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അശ്വിനി വൈഷ്ണവിന്റെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിൽ പോലും സർക്കാർ തൽക്കാലം അത്തരത്തിലുള്ള മുറവിളിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മുൻപോട്ട് പോവുകയാണ്. 18 പേർ മരിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ. ബിനുരാജ്, വിമാന അപകടങ്ങളിൽ, വലിയ റോഡ് അപകടങ്ങളിൽ, ട്രെയിൻ അപകടങ്ങളിലൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്ന മുൻ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഴ്ചകൾ വെളിച്ചത്ത് വന്നാൽ പോലും രാജിയില്ല എന്നതൊരു കീഴ്വഴക്കമായി. സത്യം, പണ്ടൊക്കെ എന്തെല്ലാം അപകടങ്ങളൊക്കെ വന്നു ആ കൺസേൺ അത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന മിനിസ്റ്റർ റിസൈൻ ചെയ്യുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു മര്യാദ. ഒരു നമ്മൾ മനസ്സിലാക്കുന്നതും മാധ്യമങ്ങളിലും മറ്റ് ഓപ്പോസിറ്റ് പാർട്ടി മനസ്സിലാക്കുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്താലും ആരും രാജിവെക്കാനൊന്നും പോകുന്നില്ല. അത് വേറെ കാര്യം. അതായത് കൺസേൺ പൊളിറ്റിക്കൽ പാർട്ടി ആ വ്യക്തിയുടെ ചോയ്സിന് വിടുവാണ്, രാജിവെക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് ഇന്നിപ്പം പോകുന്നത്. ഏതൊക്കെയാണ് റെയിൽവേയുടെ ഭാഗത്ത് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസിഡൻറ്റ് ഇതൊന്നും കുറേ തവണയായി ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒരു പ്ലാനിങ് ദീർഘവീക്ഷണം എന്ന സാധനമുണ്ട്, അത് നമുക്ക് ഇല്ല. ഇതിലൊരു പരിപാടി കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് ഇത്ര ജനപ്രിയമുള്ള രാജ്യമാണ്. അപ്പം നമ്മൾ കണക്കൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു 50% നമ്മൾ മുമ്പോട്ടിടണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വെക്കുന്ന സെക്യൂരിറ്റി ഫോഴ്സ് അതിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെപ്പോഴും വീഴ്ച കാണിക്കാറുണ്ട്. എന്താണോ എനിക്ക് ജനപ്പെരുപ്പം തന്നെ ആയിരിക്കും ഒരു കാരണം എന്ന് അവർ പറയുന്നത്. ഇത്ര ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആയിരിക്കും അവർ ഒരു പക്ഷേ പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാലും ഫലത്തിൽ പണി കിട്ടുന്നത് ജനങ്ങൾക്കാണ്. അപ്പം മരണപ്പെട്ടു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ ഫാമിലി കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി മാനസികവും ശാരീരികവുമായി പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുന്നവരൊക്കെ അവസാനം ഈ ഭൂമിയിൽ തന്നെ വിട പറയേണ്ട ഒരവസ്ഥയിലോട്ടെത്തി. അത് എത്രയോ പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി കിടക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. ഇപ്പം ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അല്ലാതെ ഈ ഇന്ത്യയുടെ നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഉള്ള ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. തീവ്രമായി മതത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തീവ്രമായ മതത്തിൽ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലായ്മയുടെ വരുമ്പോൾ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പ്രയാസം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ മതപരമായ കാര്യങ്ങൾ ഭയങ്കര തീവ്രമായി ചിന്തിക്കുകയും തീവ്രമായി പെരുമാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് മതി അവിടെയൊക്കെ തീകത്ത് മാടി കുത്ത് വെട്ട് തല്ലിക്കൊല്ലുക, വഴിയിട്ട് അടിച്ചു കൊല്ലുക, അങ്ങനെയുള്ള ഇഷ്യൂസിലോട്ടൊക്കെ അങ്ങ് പോവുകയാണ്. പോലീസിൻ്റെയോ മിനിസ്ട്രിയുടെ ഒന്നും കൺട്രോൾ ചെയ്ത് പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഇല്ല. നമ്മളെപ്പോഴും എല്ലാത്തിനും ഒരു മീഡിയ ഇട്ടാണ്. പക്ഷെ അവരങ്ങനെയല്ല. എന്താണോ അവിടെ പണ്ട് പോലെ അങ്ങനെയാണ്. നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ വില്ലേജസ്, ഞാനീ പറഞ്ഞ പ്രത്യേകിച്ച് വില്ലേജസ് ആണ്, സിറ്റീസ് അല്ല. വില്ലേജിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ വില്ലേജ് ഭയങ്കര ദാരിദ്ര്യമായിട്ട് ഗതികെട്ട് കിടക്കും. റോഡ്സൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ അവിടെ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂയോർക്കിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റി, ആ പർട്ടിക്കുലർ സിറ്റി മാത്രം അവർ കീപ്പ് ചെയ്യും. അവിടുത്തെ റോഡ്സ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും കൺസ്ട്രക്ഷൻസ്, ഫ്ലാറ്റ്സ്, വില്ലാസ്, അവരുടെ പാർക്കുകൾ, പബ്ലിക് സ്പേസസ് ഒക്കെ ഭയങ്കര ഒരു യൂറോപ്യൻ കൾച്ചർ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ പർട്ടിക്കുലർ സിറ്റി മാത്രം. പക്ഷെ ആ സിറ്റി എന്ന് പറഞ്ഞ റൗണ്ടിൽ നമ്മൾ ഒരു പടി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ക ഗാവാണ്, വില്ലേജസ്. നമുക്ക് വേണേൽ പറയാം. ഇപ്പം കുപ്പമേളോട്ടൊക്കെ വരുന്ന ആൾക്കാർ നിങ്ങൾ ആ വീഡിയോസൊക്കെ എടുത്ത് പൂർണ്ണമായും നഗ്നത വരുന്നുണ്ട്.
അർത്ഥനഗ്നതയിൽ വരുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗം. ഈ കുംഭമേള എന്നുകൊണ്ട് ഇതിനോടുള്ള വിശ്വാസം അടിസ്ഥാനമാക്കി ഒഴുകുകയാണ്. ഈ ഒഴുകുന്നതിൻ്റെ അകത്ത് എത്ര പേര് പൂർണ്ണ ആരോഗ്യപരമായിട്ട് വീട്ടിലെത്തുന്നെന്ന് പരിശോധിക്കേണ്ടി വരും. കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, കുറച്ച് ആൾക്കാർ പരിക്കുകൾ മൂലം ക്ഷീണിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, കുറച്ച് ആൾക്കാർ ക്ഷീണിതരായി വീട്ടിൽ തിരിച്ചെത്തുന്നു, കുറച്ച് ആൾക്കാർ പോയവരൊന്നും വരുന്നുമില്ല, എവിടെയാണെന്ന് പോലും അറിയാൻ മേലാത്ത ഈ സിറ്റുവേഷനോട്ട് പോകുന്നുണ്ട്, മിസ്സിങ് കൊണ്ടാകുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്കൊക്കെ റെയിൽവേയുടെ ചില വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ടെന്ന് അറിയത്തില്ല. ട്രെയിനൊക്കെ അടിച്ച് പൊളിക്കുവാണ്. ഈ മഹാകുംഭമേളയ്ക്ക് വന്നിട്ട് ഇവർ ഈ ഗ്ലാസ്സൊക്കെ ഇടിച്ച് ആ AC കമ്പാർട്ട്മെൻറ്റൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് അകത്തോട്ട് കയറുവാണ്. അതൊക്കെ എന്ത് പ്രാകൃതമായ രീതിയാണ്. നമ്മളൊരു ഭക്തിയുടെ മുകളിൽ വന്നിട്ട് ദൈവികതയുടെ എക്സ്ട്രീം നമ്മുടെ ദേഹത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ശാന്തരാകുകയാണ് ചെയ്യേണ്ടത്. ഇത് ദൈവികത വന്നിട്ട് ഭ്രാന്തരാകുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യ പോയ 2025 ആ ട്രെയിനൊക്കെ ഇടിച്ച് പൊളിക്കുക, ട്രെയിനിൻ്റെ അകത്തോടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്കൊരു ചിന്തിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കേരളം വിട്ടുപോയി അവർക്ക് ഇത് കാണുമ്പോൾ ഭയമാവും. വേറെ ഏതൊരു യൂണിവേഴ്സിൽ ചെന്നൊരു ഫീലായിരിക്കും. റെയിൽവേ എന്താണ് ഇതിനെ ഒരു ആക്ഷൻ എടുക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭമേളയ്ക്ക് വേണ്ടി വരുമ്പോൾ അവർക്ക് ഇത്രയും ജനം വരുന്നില്ല, അവർക്കൊരു വേറെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇട്ടുവിടുന്നു. നമ്മൾ ദീർഘവീക്ഷണത്തോടെ കൂടി കണ്ട് ഇത്രയും ജനത വിശ്വാസികൾ ഒരുപാടുള്ള, ഹൈന്ദവ മതത്തിൽ ഒരുപാട് വിശ്വാസികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം വന്നു പോകാൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ നഷ്ടമൊന്നുമില്ലായിരുന്നു. ഇതിപ്പം കൺഫ്യൂസിങ് ആക്കിക്കൊണ്ട് അവിടെ അനൗൺസ്മെന്റ് ഇവിടെ അനൗൺസ്മെന്റ് ആളുകൾ കിടന്ന് വിവിധ സംസ്ഥാനമാണെങ്കിലും വിവിധ ഭാഷയാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ വി ആർ ഓൾ ഇന്ത്യൻസ്. അപ്പോൾ നമുക്ക് എന്തോ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.